മക്കളെ, നമുക്ക് മണ്ണും മനുഷ്യനും എന്ന് പറയുന്ന പാഠഭാഗം പഠിക്കാനുണ്ട് അല്ലേ? കോമൺ ആയിട്ട് ആ ഒരു പാഠഭാഗത്ത് എന്താ പറയാനുള്ളത്? അത് നിങ്ങൾക്ക് ആശയം നന്നായിട്ട് അറിയാമായിരിക്കും അല്ലേ? പക്ഷെ അതിനകത്ത് എന്താ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളതൊന്നുണ്ട്. എന്താ അത്? ആ യൂണിറ്റ് കംപ്ലീറ്റ് ആ കാര്യം അതിനകത്ത് പറയുന്നത്. പ്രകൃതിയെ നമ്മൾ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ നോക്കി കാണേണ്ടതെന്നാണ്. നമുക്കറിയാം നമ്മൾ പ്രകൃതിയെ ഉപദ്രവിക്കാൻ പാടില്ല, സംരക്ഷിക്കണം എന്നൊക്കെ നമുക്കറിയാം. നമ്മൾ അതിനെപ്പറ്റി ഘോരം പ്രസംഗിക്കുകയും ചെയ്യും അല്ലേ? പക്ഷെ നമ്മളത് ചെയ്യാറുണ്ടോടാ? നമ്മളത് ചെയ്യാറില്ല അല്ലേ? പകരം നമ്മൾ പ്രഹസനമാണ് കാണിക്കാറുള്ളത്. എന്ത് പ്രഹസനം? നമ്മൾ സോഷ്യൽ മീഡിയ വഴി പ്രകൃതിയെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഘോരം പ്രസംഗിക്കും. എന്നിട്ട് മറ്റുള്ളവരെ കാണിച്ച് ലൈക്കും കമൻറ്റും ഒക്കെ മേടിക്കും, ഷെയർ മേടിക്കും ഒക്കെ ചെയ്യും. പക്ഷേ നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് പറയുന്ന കാര്യം അല്ലേ? ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന് പറയുന്ന പാഠഭാഗത്തും സെയിം കാര്യമാണ് പറയുന്നത് അല്ലേ? കൂട്ടുകാരൻ്റെ വീട്ടിലിരുന്ന് കാണുന്ന കാഴ്ചകൾ ക്ലിക്ക് എന്നൊക്കെയുള്ള വേർഡ് നമ്മുടെ ആധുനിക തലമുറയുടെ വേർഡുകളാണ്. ക്ലിക്ക് ചെയ്യുക, അപ്ലോഡ് എന്നൊക്കെയുള്ള. അപ്പം അത് ഫോണിൽ എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിക്കുക, ലോകം മൊത്തം കാണുക, അത് ഷെയർ ചെയ്യുക, അതൊരു സന്തോഷം കണ്ടെത്തുകയാണ് അതിനകത്ത്. പക്ഷേ ഈ മാഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഈ പ്രഹസനമോ അല്ലാതെ, പ്രഹസനം എന്ന വീട് തന്നെ അതിന് എടുത്തു പറയേണ്ടിയിരിക്കണം. ഈ പ്രഹസനമോ അല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടോ അതിന് വേണ്ടിയിട്ട്? ഒന്നും ചെയ്യുന്നില്ല അല്ലേ? അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ തലമുറ പോകുന്നത്. അതിനെതിരെ നമ്മുടെ ഇന്നത്തെ തലമുറ, അതായത് നിങ്ങൾ ഉൾപ്പെടുന്ന ഈ തലമുറ എന്തൊക്കെ ചെയ്യണം എന്നാണ് നമ്മൾ ഈ പാഠഭാഗത്തൂടെ പഠിക്കേണ്ടത്. ആ ഒരു സന്ദേശമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. വെറുതെ പാഠഭാഗം വായിച്ചിട്ട് ക്വസ്റ്റ്യന് വേണ്ടി, എക്സാമിന് വേണ്ടി മാത്രമായിട്ട് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. അതിലെന്ത് സന്ദേശമാണോ നമുക്ക് കിട്ടുന്നത് അത് നമ്മൾ പ്രാവർത്തികമാക്കാനും ശ്രമിക്കണം അല്ലേ? അപ്പം ഈ ഒരു കാര്യം, അതായത് ഇപ്പം മണ്ണും മനുഷ്യനും എന്ന് പറയുന്ന പാഠഭാഗത്ത് നമ്മൾ പറഞ്ഞു, അതിനകത്ത് UK നായർ എന്ന് പറയുന്ന ആള്, KU നായർ എന്ന് പറയുന്ന ആളെന്ന് പറയുന്ന ആരാണ്? അയാൾ വലിയ പണക്കാരനാണ്. ആ കാടും മേടും എല്ലാം വെട്ടിക്കളഞ്ഞ് അവിടെ വലിയൊരു ബംഗ്ലാവ് പണിഞ്ഞു. ബംഗ്ലാവിനകത്ത് ഒറ്റയ്ക്ക് താമസമാണ്, വല്ലപ്പോഴും മാത്രം വരുന്ന ആ വീട് അല്ലേ? വെറുതെ അടച്ചിട്ടിരിക്കുന്ന വീടാണ്. അപ്പം അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് സുഖമായിട്ട് ആ വീട്ടിൽ കഴിയണം എന്നാണ് ആഗ്രഹം. പക്ഷെ നടക്കുന്നില്ല. അതിനുവേണ്ടി അദ്ദേഹം ചെയ്യുന്ന എന്താണ്? ആ മരവും എല്ലാ ചെടികളും എല്ലാം എന്താണ് ചെയ്യുന്നു? വെട്ടി നശിപ്പിക്കുകയാണ് ചെയ്യണത് അല്ലെ? വെട്ടി നശിപ്പിച്ച് അവിടെയാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ബംഗ്ലാവ് പണിയുന്നത്. പക്ഷേ ടി പത്മനാഭന്റെ ആണ് ഈ ഒരു പാഠഭാഗം. ടി പത്മനാഭൻ ഇന്നത്തെ ഒരു പ്രധാന കഥാപാത്രം കൂടിയാണ്. അദ്ദേഹം നേരെ തിരിച്ചുള്ള ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ എന്താ? നേരെ മറിച്ചുള്ള ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ അതായത് അദ്ദേഹത്തിന് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനാണ് ഇഷ്ടം. അദ്ദേഹത്തിന് ഈ KU നായർ കാണിക്കുന്ന ഈ പ്രവൃത്തിയെ അത്ര അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഒരു പാഠഭാഗത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ തലമുറ പ്രകൃതിയെ എങ്ങനെയാണ് ചൂഷണം ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രകൃതിയോട് അത്ര ഇഷ്ടം കാണിക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ്. അതിനകത്ത് പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഇന്നത്തെ കുട്ടികളെ ചെരുപ്പിടാതെ വീടിന് വെളിയിലോട്ട് ഇറക്കത്തില്ല അല്ലേ? എന്താ? കലല് അഴുക്ക് വറ്റും അല്ലെ? മണ്ണ് വറ്റും, അതൊക്കെ ഇച്ചിച്ചിയാണ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീടിന് മൊത്തം, പറമ്പ് മൊത്തം എന്താകും? അഴുക്കാവും, കരിയിലാകും, ചപ്പാവും, ചവറാകും, എല്ലാം വെട്ടി നശിപ്പിച്ച് നല്ല വെട്ടം കയറണം, നല്ല വെളിച്ചം കയറണം എന്നുള്ള രീതിയിലാണ് ഇന്ന് കഴിയുന്നത്. പക്ഷേ അവനവൻ്റെ ആ സ്വാർത്ഥ താല്പര്യത്തിനും ആഗ്രഹത്തിനും വേണ്ടി പ്രകൃതിയെ വെട്ടി നശിപ്പിക്കുമ്പം ഈ പെയ്തൊഴിയാത്ത മഴയും ഈ പ്രളയവും എല്ലാം സുനാമിയും ഒക്കെ വരുമ്പം നമ്മൾ അന്നേരം അയ്യോ ആരെങ്കിലും രക്ഷിക്കാൻ വരണേ എന്ന് നിലവിളിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം തന്നെയാണ്. ഇപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് പോലും ഞാനിവിടെ മനസ്സിൽ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? ഞാൻ ഇത് നിങ്ങളെ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിനു വേണ്ടി ഞാൻ പ്രവർത്തിക്കുകയും കൂടി വേണം അല്ലേ? ഞാൻ മരം വെട്ടി നശിപ്പിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചെയ്യടാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഞാൻ അവിടെ അത് പ്രാവർത്തികമാക്കിയിട്ട് വേണം നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ അല്ലേ? അപ്പം അങ്ങനെ ആയിരിക്കണം ഓരോ വ്യക്തി. നിങ്ങൾ ഈ പഠിക്കുന്ന ഈ സമയത്ത് തന്നെ നാളെ നിങ്ങൾ എന്താണോ പ്രകൃതിക്ക് ചെയ്യാനിരിക്കുന്നത്, എന്തെങ്കിലും ദൂഷ്യഫലം ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. നിങ്ങളിലൂടെയാണ് അതിനടുത്ത തലമുറ വളരുന്നത്. അപ്പം ഇത് മനസ്സിൽ കൊള്ളുക. ഒരു പാഠഭാഗം പഠിക്കുമ്പോൾ എപ്പോഴും ആ ചാപ്റ്റർ എക്സാമിന് വേണ്ടി മാത്രം പഠിക്കാതെ ആ ഒരു പാഠഭാഗം നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും നമുക്ക് എന്താണ് നൽകുന്നതെന്നും മനസ്സിലാക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, ആ ഒരു സന്ദേശം ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ ഒരു യൂണിറ്റിന്റെ ഒരു ചെറിയൊരു സമ്മറി എന്ന് പറയുന്നത്. ഒരു യൂണിറ്റിന്റെ കാര്യമാണ്. ഒരു യൂണിറ്റ് നമുക്ക് 3 ചാപ്റ്ററാണ് വരുന്നത്. ആ 3 ചാപ്റ്ററും ഏകദേശം ഒരേ കണ്ടന്റ് ആയിരിക്കും വരിക. അപ്പം ഇത്രയുമാണുള്ളത്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കാം. വീണ്ടും കാണാം. ബൈ.